രാജ്യത്തെ ഞെട്ടിച്ച ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്ന് 40 വർഷം പിന്നിടുമ്പോൾ പ്രദേശത്തെ വിഷമുക്തമാക്കി. ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് 12 കണ്ടെയ്നർ ലോറികളിലാണ് അപകടകരമായ വിഷവസ്തുക്കൾ നീക്കം ചെയ്തത്. ഭോപ്പാലിൽ നിന്ന് പിതാംപൂരിലേക്കാണ് മാറ്റിയത്. ഭൂനിരപ്പിൽ നിന്ന് 25 അടി ഉയരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ചൂളയിലാകും ഇവ കത്തിക്കുക. മണിക്കൂറിൽ 90 കിലോ മാലിന്യം എന്ന നിലയിൽ ഇവിടെ വെച്ച് കത്തിച്ച് നിർമ്മാർജ്ജനം ചെയ്യും. ഇത്രയും മാലിന്യം കത്തിച്ചു തീർക്കാൻ കുറഞ്ഞത് 153 ദിവസം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിരീക്ഷണത്തിലാകും ഈ പ്രവർത്തനങ്ങളെല്ലാം. പിതാംപൂരിലെ രാങ്കി എൻവിറോ എഞ്ചിനീയേഴ്സിന്റെ കീഴിലുള്ള പ്രത്യേക പ്ലാന്റിൽ വെച്ചാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. പ്രദേശത്തെ വായുവിന്റെ ഗുണനിലവാരം പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പരിധിയിൽ കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. 337 മെട്രിക് ടൺ മാലിന്യമാണ് യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഫാക്ടറിയിൽ നിന്ന് നീക്കം ചെയ്തത്. മാലിന്യം കൊണ്ടുപോകാനായി പ്രത്യേകം തയ്യാർ ചെയ്ത കണ്ടെയ്നറുകളാണ് ഉപയോഗിച്ചത്. തീപിടുത്തത്തെയും വെള്ളത്തിനെയും പ്രതിരോധിക്കുന്ന തരത്തിലാണ് കണ്ടെയ്നറുകൾ തയ്യാറാക്കിയത്. ഓരോ കണ്ടെയ്നറുകളിലും 30 ടൺ മാലിന്യമാണുള്ളത്. ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീനിൽ നിർമ്മിച്ച വലിയ ബാഗുകളിലാണ് മാലിന്യം നിറച്ച് കണ്ടെയ്നറുകളിലാക്കിയത്. മാലിന്യങ്ങൾ കൂടിക്കിടന്ന് രാസപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. മാലിന്യം നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി ഫാക്ടറിയുടെ 200 മീറ്റർ ചുറ്റളവ് നിരോധിത മേഖലയായി മാറ്റിയിരുന്നു. 200 തൊഴിലാളികളെ ഉപയോഗിച്ചാണ് മാലിന്യങ്ങൾ തരംതിരിച്ച് കണ്ടെയ്നറുകളിലേക്ക് മാറ്റിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തൊഴിലാളികൾക്ക് പരമാവധി അരമണിക്കൂർ വീതമുള്ള ഷിഫ്റ്റ് പ്രകാരമാണ് ജോലി നൽകിയത്. PP കിറ്റടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുത്താണ് മാലിന്യ നീക്കം തുടങ്ങിയത്. ദീർഘനേരം വിഷമാലിന്യങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന ഭയത്തെ തുടർന്നാണ് ഇങ്ങനെ ക്രമീകരണം നടത്തിയത്. 5000 പേരുടെ കൂട്ടമരണത്തിനിടയാക്കിയ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു ഭോപ്പാലിൽ നടന്നത്. 1984 ഡിസംബർ 2-നായിരുന്നു രാജ്യത്തെ നടുക്കിയ വിഷവാതക ദുരന്തം. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് വിഷവാതകം ചോർന്നതാണ് ദുരന്തത്തിന് ഇടയാക്കിയത്. 2015 പിതാംപൂരിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം രാങ്കി എൻവിറോ എഞ്ചിനീയേഴ്സിന്റെ കീഴിലുള്ള പ്രത്യേക പ്ലാന്റിൽ വെച്ച് കത്തിച്ച് നിർമ്മാർജ്ജനം ചെയ്തിരുന്നു. ഈ രീതി വിജയകരമായതോടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണതോതിൽ നടക്കുന്നത്.